പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിൻസ് ജോർജ് എന്ന സംഗീത സംവിധായകനാണ്. വിജയ് സൂപ്പറും പൗർണമിയും എന്ന ഹിറ്റ് സിനിമയിലെ വളരെ ശ്രദ്ധ ആകർഷിച്ച ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടറാണ് പ്രിൻസ് ജോർജ്. അദ്ദേഹത്തിൻ്റെ സംഗീത ലോകത്തെക്കുറിച്ചും സംഗീത അനുഭവത്തെക്കുറിച്ചും സിനിമയുടെ നല്ല വിശേഷങ്ങളെക്കുറിച്ചും നമുക്കറിയാം. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ പ്രിൻസ്. ഹലോ. ഹായ്. നല്ലൊരു മൂഡിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. അതൊരു നല്ലൊരു സിനിമയുടെ നല്ലൊരു വർക്ക് ചെയ്ത് നല്ലൊരു സംതൃപ്തിയിലിരിക്കുന്ന ഒരു സമയമാണ്. അതെ അതെ. അപ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഈ സിനിമ സ്വീകരിക്കപ്പെട്ടതിലും ഇതിൻ്റെ മ്യൂസിക് വളരെയധികം സ്വീകരിക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഫ്യൂച്ചർ പ്രൊജക്ട്സ് ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു ഉത്തേജനം ഇതുവഴി. തീർച്ചയായിട്ടും 3 പാട്ടും ഒരുപോലെ തന്നെ ഹിറ്റാക്കി തോന്നുന്നു അല്ലേ? അതെ അതെ. 4 പാട്ടുകളാണ് മെയിൻ സോങ്സ് ആണുള്ളത്. പിന്നെ 3 ബിറ്റ് സോങ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 4 പാട്ടുകളും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അതുപോലെ അതിനകത്ത് ചെറുതായിട്ട് വരുന്ന ബിറ്റ് സോങ്സും എല്ലാം ആളുകൾ കേൾക്കുന്നുണ്ട്. അത് പല രീതിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 പാട്ടുകളും ഒരു എന്താ പറയുക, സിനിമയ്ക്ക് ഒത്തിരി ഒരു വിഷ്വൽ കാഴ്ചപ്പാടോട് കൂടി ചെയ്താന്ന് തോന്നുന്നു. കാരണം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്താ പറയുക, നമുക്ക് ഒരു കാഴ്ചക്ക് അനുസരിച്ച ഒരു ഇതാണ് പോകുന്നൊരു ഇതാണ്. അപ്പോൾ അത് ഇയാൾ വിഷ്വൽ കണ്ട് ചെയ്തതാണോ അതോ അങ്ങനെ പറയാമോ അതിനെക്കുറിച്ച്? അല്ല, അത് നമ്മളൊരു ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും സോങ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിലൂടെ പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു മ്യൂസിക്കൽ സിനിമയാണ്. അപ്പോൾ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കഥ പറയുന്നത് തന്നെ പല നിർണായകമായ രംഗങ്ങളും മ്യൂസിക്കിലൂടെ, സോങ്സിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. കഥ റിവീൽ ചെയ്യുന്ന പല സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനെ അത് സ്ക്രിപ്റ്റിൽ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യായിരുന്നു. പിന്നെ അത് ചെറിയ ബിറ്റ് സോങ്സ് ഒക്കെ പിന്നീട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വരുന്ന ചില രംഗങ്ങളിലൊക്കെ നന്നാവുമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു എന്താ പറയുക, ഒരു മ്യൂസിക് ഡയറക്ടർ ആകാനുള്ളൊരു അവസരം എങ്ങനെ ഒന്ന് ചേർന്ന് പറയാം? ഞാനെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് തൊട്ടേയുള്ള സുഹൃത്താണ് ആക്ടർ വിനയ് ഫോർട്ട്. അപ്പോൾ വിനയാണ് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഡയറക്ടറായ ജിസ് ജോയ് എന്ന് പറയുന്ന സംവിധായകനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് എൻ്റെ എന്താ പറയുക 1-2 വർക്ക്സൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ അതിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇതിനകത്തേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞ ഒരു സൗഹൃദം തന്നെയാണ് ഇങ്ങനെ എത്തിക്കാനായിട്ടുള്ള കാരണം. അതെ അതെ അതെ. അപ്പോൾ ഈ എന്താ പറയുക, ആദ്യം തന്നെ ലിറിക്സ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു? ഇതിൻ്റെ അകത്ത് നമ്മൾ ട്യൂൺസ് ആദ്യം ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ലിറിക്സ് എഴുതുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഇപ്പോൾ അതിനകത്ത് ബിറ്റ് സോങ്സ് ആണെങ്കിൽ പോലും ട്യൂൺസ് ആദ്യം നമ്മൾ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനത്തെ ഫിലിംസിൻ്റെ ഇപ്പോൾ ഭക്തിഗാനം അതിനേക്കാൾ അപ്പുറമായിട്ട് ഇപ്പോൾ നമുക്ക് ഏതായാലും ഏത് ടൈപ്പ് മ്യൂസിക് ആയാലും നമുക്ക് പല വിധത്തിൽ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ചിലർ റിഥത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്ത് ആ മ്യൂസിക് കിട്ടിയതിന് ശേഷം ലിറിക്സ് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ചിലർ ലിറിക്സ് കിട്ടി അതിനനുസരിച്ച് മ്യൂസിക് ഇത് ചെയ്യുന്നുണ്ട്. ഫിലിമിനെ സംബന്ധിച്ച് വിഷ്വലും അതിൻ്റെ ഒരു മാറ്ററാണ്. അപ്പോൾ അതൊരു സിഗ്നൈസ് ചെയ്തതിൻ്റെ ഒരു അതെന്ത് പറയുന്നു, അത് ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി ഒരു വോക്കൽ സ്റ്റൈൽ, ഞാൻ വോക്കലിസ്റ്റാണ് ബേസിക്കലി. അപ്പോൾ വോക്കലാണ് ഒരുപാട് നാളായിട്ട് പഠിച്ച്, എൻ്റെ അപ്ബ്രിങ്ങിങ് മൊത്തം മ്യൂസിക് ലേണിംഗ് എന്ന് പറയുന്നത് വോക്കലായിരുന്നു. അപ്പം ഞാൻ കൂടുതലും വോക്കൽ അല്ലെങ്കിൽ മെലഡി ഓറിയൻറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ചില സോങ്സൊക്കെ നമ്മൾ റിതം ത്തിന് പ്രോമിനൻസ് കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ പൗർണമി സൂപ്പർ അല്ലടാ എന്ന് പറഞ്ഞ സോങ്ങൊക്കെ അതിന് റിതമാണ് എന്താ പറയുക ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു സംഭവം. പ്രത്യേകിച്ച് അതിനകത്ത് പെർക്കഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ചെണ്ട. അപ്പോൾ അതിനൊക്കെ നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് അത് കമ്പോസിങ്ങിൽ തന്നെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് അപ്രോച്ച് ചെയ്തത്. ഈ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ജിസ് എന്ന് പറയുന്ന ഡയറക്ടർ ഇപ്പോൾ ആളുടെ തന്നെയാണല്ലോ ലിറിക്സ്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്ത് അപ്പോൾ ഒരു ത്രില്ലുണ്ടാവില്ല നമുക്ക്, പാട്ട് ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ആദ്യം തന്നെ ചെയ്ത് നമുക്കൊരു സ്റ്റുഡിയോയിലേക്ക് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ അത് ആദ്യം തന്നെ കേൾപ്പിച്ചിരുന്നു. പിന്നീടാണ് 3 അല്ലെങ്കിൽ 4 പാട്ടിലേക്കും കയറിയത്, അല്ലെങ്കിൽ
എല്ലാം ഒന്നിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്? അല്ല, എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം ടൈമിൽ തന്നെയാണ് ലിറിക്സ് സംഭവിച്ചത്. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്യൂണിന് ഒരു ലിറിക്സ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ കമ്പോസറിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ബിക്കോസ് അതൊരു എന്താ പറയുക, അതൊരു ഫ്ലഷ് വെക്കുന്ന പോലെയാണ് ഒരു സൃഷ്ടിക്ക്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പിന്നെ ആ ലിറിക്സ് അദ്ദേഹം എഴുതുന്നത് കൊണ്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ സംവിധായകനും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സോങ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ എന്നെക്കാളും നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം, എന്ത് ഇമോഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ അത് വളരെയധികം എനിക്ക് എൻ്റെ ജോലി കുറേ കൂടി എളുപ്പമാക്കി. നമ്മളൊരു കാര്യം പറഞ്ഞ് എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ലിറിക്സ് റൈറ്ററിൽ നിന്ന് പുള്ളി ചെയ്തെടുക്കേണ്ട ഒരു സംഭവം അദ്ദേഹം വളരെ ഈസി ആയിട്ട് അത് ചെയ്യണം. ഈ ഫിലിമിന്റെ കഥ മൊത്തം കേട്ടതാണോ? അങ്ങനെയാണോ? അതെ അതെ അതെ. ആദ്യം ഞാൻ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു ലൊക്കേഷനിൽ പോയി മീറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ കഥയെക്കുറിച്ചൊരു ഇത് പറഞ്ഞിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ട്യൂൺസൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ഞാനൊരു വർക്കൗട്ട് ചെയ്ത് നോക്കി. പിന്നെ അതിനുശേഷം സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ടോട്ടൽ ഒരു എന്താണ് ഒരു ബ്ലൂ പ്രിൻ്റ് ആണല്ലോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടി കഴിയുമ്പോൾ പിന്നെ ടോട്ടലി എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ എന്നുള്ളത് മനസ്സിലായി, എങ്ങനെയൊക്കെ അതിനെ പ്ലേസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി. പിന്നെ അത് പ്യുവർലി സിനിമ തന്നെയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അതിനകത്ത് ഇതിലുള്ള ആർട്ടിസ്റ്റുകളെ പാട്ടുകാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ തന്നെയാണോ? അല്ല, അത് ഞാൻ സജസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ സജസ്റ്റ് ചെയ്ത ആളുകളെയൊക്കെ അദ്ദേഹം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഇവരെ തന്നെ ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു ഡിസിഷൻ പാടിയിട്ടുണ്ട്. ഉണ്ട്. ആ പാട്ട് വളരെ ഹിറ്റായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു പാട്ടാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പം നല്ലൊരു ഒരു എന്താ പറയുക, ഒരു മോഡേൺ ട്രെൻഡ് ആണ്, എന്നാലൊരു നാടൻ പിന്നെ ചെണ്ടൊക്കെ പ്രൊഫഷണൽക്കാരെ കയറ്റിയിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഇഫക്റ്റ് ഒരു നാടൻ ശൈലി തന്നെ കൊണ്ടുവരാൻ സാധിച്ചത്. എന്തായാലും ടോട്ടലി മ്യൂസിക് എന്നുള്ള നിലയിൽ ആ ഒരു ഫിലിമിലേക്ക് വെച്ചൊരു കാൽവെപ്പ് ഇനി ഫ്യൂച്ചർ ഉണ്ടാക്കുന്നുള്ളൊരു ഇംപ്രഷൻ തന്നെ സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. അതെ, എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഒരു തുടക്കം കുറിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതും വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ മലയാള സിനിമയിൽ പല സിനിമകളിലും ചിലപ്പോൾ ഒരു പാട്ട് അല്ലെങ്കിൽ 2 പാട്ടൊക്കെ ഉള്ള, ഇതിനകത്ത് 7 പാട്ടുകളാണുള്ളത്. അപ്പോൾ ഒരു മ്യൂസിക്കലി ഒരു ട്രീറ്റ് തന്നെയാണ്. ഒരു കമ്പോസറെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്, ഒരുപാട് സാധ്യതകളുണ്ട് ചെയ്യാനായിട്ട്. അതായത് പടം ഹിറ്റ് ആവുന്നതിനനുസരിച്ച് അതിൽ അനുബന്ധിതമായ എല്ലാം ഒന്ന് ഹിറ്റ് ആവും. അപ്പോൾ പ്രത്യേകിച്ച് ഈ പാട്ടുകൾ ആ പടത്തെ കുറച്ച് ഒന്ന് എനർജി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു അതാണ് എനിക്ക് തോന്നുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും, സിനിമയിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അത് സിനിമയെ വളരെയധികം എൻഹാൻസ് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ എക്സ്പീരിയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അത് സിനിമയിൽ വളരെ നന്നായിട്ട് വർക്കാവണം, ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവണം, ആളുകൾ സ്വീകരിക്കണം. അപ്പോഴാണ് നമുക്കും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എന്തായാലും പാട്ടുകൾ നന്നായിട്ടുണ്ട് എന്നുള്ള കോമൺ ഒപ്പീനിയനും കേട്ടതാണ്. ഫിലിമിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ്. അതിൽ ആ സിനിമയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ജിസ് ജോയുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് വളരെ കൂളായിട്ടാണ്. ആളൊരു വളരെ പ്യൂർലി ഒരു സ്പിരിച്വൽ എലമെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ ഫിലിമാണ്. അങ്ങനെ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ആ ക്ലീൻ ആയിട്ടുള്ള പടത്തിൽ ഈ പാട്ടുകളും ആ ട്രെൻഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലുള്ള എല്ലാവരുടെയും ഒരു മെന്റൽ അല്ലെങ്കിൽ സ്പിരിച്വൽ കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലിയൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ ഞാനൊരു ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഇങ്ങനൊരു സിനിമയിലേക്ക് വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഇപ്പോൾ ഫിലിം ഫീൽഡിലേക്ക് നമ്മളാണ്ട് കിടക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആൻസൈറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ഫാമിലി പീപ്പിൾ ഹാസ് ഗോട്ട് ആൻസൈറ്റി. അപ്പോൾ അത് എങ്ങനെയും ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഇയാളെ എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് വളരെ നല്ല സപ്പോർട്ടായിരുന്നു ചെറുപ്പം തൊട്ടേ. ബിക്കോസ് ഞാൻ ചെറുപ്പം തൊട്ടേ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ പല കോമ്പറ്റീഷൻസിൽ പോകുമ്പോഴൊക്കെ ഒന്നെങ്കിൽ മമ്മി അല്ലെങ്കിൽ ഡാഡി രണ്ടുപേരാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ എന്നെ ചെറുപ്പത്തിൽ മ്യൂസിക് പഠിപ്പിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം നമ്മൾ ആ പ്രായത്തിൽ ചിലപ്പോൾ അതിന് ഫുള്ളി വില്ലിങ് ആയിക്കൊള്ളണം എന്നില്ല. പ്രത്യേകിച്ചും കളിച്ച് നടക്കേണ്ട ഒരു സമയത്തൊക്കെ ഒരു കർണാട്ടിക് മ്യൂസിക്കൊക്കെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുക. പക്ഷേ അങ്ങനെ ഒരു 6 വയസ്സ് മുതൽ മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കോളേജ് കാലഘട്ടത്തിൽ പോയപ്പോൾ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. എവിടെ പഠിച്ചിരുന്നത്? ഇവിടെ വീട്ടിലൊരു സാറ് വന്ന് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം കോളേജിൽ പഠിക്കുമ്പോൾ 2 കർണാട്ടിക് മ്യൂസിക്കും അതുപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഞാൻ അവിടെ ഒരു സ്ഥലത്ത് പോയി പഠിക്കാറുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു അപ്ബ്രിങ്ങിങ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ചെറുപ്പം തൊട്ടേ ഈ പാരൻസ് കാര്യം അവർ പാട്ട് പാടുക അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അവരൊക്കെ വളരെ മ്യൂസിക്കലി ഭയങ്കര മ്യൂസിക്കൽ ടേസ്റ്റ് ഉള്ളവരാണ്, സ്ട്രോങ് മ്യൂസിക്കൽ ടേസ്റ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ ഒരുപാട് കാസറ്റ്സും അതുപോലെ CDs ഒക്കെ രണ്ടുപേരും എനിക്ക് ടോയ്സിനേക്കാൾ കൂടുതൽ ഞാൻ ഇടപെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കാസറ്റും CD-കളും അതുപോലെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇദ്ദേഹത്തിൻ്റെ പാട്ടിനെ കുറിച്ചും ഒക്കെ എൻകറേജ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ഉണ്ടാവില്ല? വളരെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം അങ്ങനെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ ഒരിക്കലും ഒരാൾക്ക്, ഒരു ആർട്ടിസ്റ്റിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സക്സീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ആ ഒരു എൻകറേജ്മെന്റ് വളരെ വളരെ നിർണായകമാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ലൈഫിൽ. പ്രത്യേകിച്ച് നമുക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു എൻകറേജ്മെന്റ് ഉണ്ട്, അത് നമുക്ക് കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് സ്റ്റേജിൽ കയറി ചെറുപ്പം തൊട്ടേ പാടുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറേ ഇൻഹിബിഷൻസ് ഒക്കെ ചെറുപ്പത്തിലേ മാറി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചില ഇങ്ങനെയുള്ള ഈ ഫൈൻ ആർട്സ് ലെവലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു മറ്റുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസ് മീൻസ് ക്ലബ്ബ് അല്ലെങ്കിൽ മറ്റുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ചിലർ വിഡ്രോ ചെയ്ത് നിൽക്കാറുണ്ട്. കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ എന്താ പറയുക ഒരു നിർബന്ധിതമായിട്ട് മ്യൂസിക് പഠിക്കാൻ പോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സാധാരണ കുട്ടികൾ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ നിന്നുള്ള ആ സാഹചര്യം എന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ചിലർക്ക് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലരത് അങ്ങനെ തന്നെ അവരുടെ നേച്ചറും കൾച്ചറും അങ്ങനെയായിട്ട് പോകും. അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുള്ള? കാരണം അതൊക്കെ ഒരു ബാലൻസിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കളിക്കേണ്ട സമയത്ത് കളിക്കും, പഠിക്കേണ്ട സമയത്തിന് അതിനൊരു സമയമുണ്ട്, മ്യൂസിക് പഠിക്കേണ്ട സമയത്തിന് ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല, ഇതൊക്കെ നമുക്ക് നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പാട്ട് കേൾക്കാനായിട്ട് വളരെ ഇഷ്ടമാണ്, അപ്പോൾ അതിരുന്ന് കേൾക്കുക, അത് ആരും നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആരും പറഞ്ഞിട്ട് ഇത്ര സമയം ഈ സമയം മുതൽ പാട്ട് കേൾക്കണം അങ്ങനെ ആരും പറയുന്നില്ല. അതൊക്കെ നമുക്ക് വളരെയധികം ജെന്യുവൻലി അത് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വളരെ ഫ്രീ ആയിട്ടുള്ളൊരു എന്താ പറയുക അപ്ബ്രിങ്ങിങ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഇത് തോന്നിയില്ല. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നാട്ടിലുണ്ട്, ബാക്കി പഠിച്ച സ്ഥലങ്ങളിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. പ്രോഗ്രാമിനൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ മ്യൂസിക്കിൻ്റെ ഒരു കമ്പോസിങ് അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ കുറച്ച് സമയക്കുറവ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴൊക്കെ കുറെ കൂടി ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വിനയ് ഫോർട്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഈ സിനിമയിലേക്ക് വന്നത്. പക്ഷെ ഇതിനു മുൻപ് നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സുപ്രഭാതത്തിലൊരു മ്യൂസിക് ഡയറക്ടർ ആകാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ഒത്തിരി നടത്തിയിട്ടുണ്ടാവും, റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓരോ സ്ഥലത്ത് കേൾക്കുന്നതൊക്കെ ഒരു അട്രാക്ഷൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു മുൻപ് ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു എന്തെങ്കിലും അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? ഞാൻ സ്റ്റേജ് പ്രോഗ്രാം പാടിയിട്ടതല്ല ഞാൻ പറയുന്നത്, അല്ലാതെ കമ്പോസിംഗ് മേഖലയില്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യ വർഷം പഠിക്കാൻ ചേരുമ്പോഴൊക്കെയാണ്, ആ സമയത്തൊക്കെയാണ് കമ്പോസിങ്ങിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ചില മ്യൂസിക് വീഡിയോ ഒക്കെ പോലെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കി ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തോ അതിനകത്തൊരു കഴിവുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ എങ്കിൽ പോലും എനിക്ക് എൻ്റെ മൈൻഡിൽ കാണുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താനായിട്ട് ഒരുപാട് ചെറിയ പ്രോജക്ട്സ് ആയാലും, പക്ഷേ ഇതിനു മുമ്പ് ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള പല പ്രോജക്ട്സിലും ഞാൻ കമ്പോസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോങ്സ് ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പല പല പ്രോജക്ട്സിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് ആയാലും എന്ത് ആർട്ടായാലും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഫീൽഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് സൈലന്റ് ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ഇവരൊക്കെ ഈ തമാശകൾ വരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, തമാശകൾ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ പ്രത്യേകിച്ച് ഈ മിമിക്രി അല്ലെങ്കിൽ മ്യൂസിക് അങ്ങനത്തെയുള്ള സാധനങ്ങളോട് ട്രെൻഡ് ഉണ്ടാവും. അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെയുള്ളൊരു ജോവിയലായിട്ടൊരു മൈൻഡ് ഉള്ളൊരു കൂട്ടത്തിലേക്ക് കയറണം, അങ്ങനെ ഒരു എൻജോയ്മെന്റ്, അതായത് ഈ സൈലൻസിനേക്കാളും അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുകളുണ്ട് അയാൾക്ക്. എനിക്ക് നേരത്തെ തൊട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എല്ലാത്തിലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പെയിന്റിംഗ് അല്ല, പക്ഷേ ഒരു പെർഫോമിംഗ് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിപ്പോൾ ചിലപ്പോൾ സ്കിറ്റായിരിക്കും, ചിലപ്പോൾ മോണോ ആക്ട് ആയിരിക്കും, മിമിക്രി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ എന്ത് പരിപാടിക്കാണെങ്കിലും നമ്മൾ ഇറങ്ങാന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. എന്താ പറയുക, അത് ചെയ്യുന്നതൊക്കെ വളരെയധികം അത് ഫ്രണ്ട്സ് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ മനസ്സിലായി.
മ്യൂസിക് എന്ന് പറയുന്നൊരു സാധനം ഫീൽ മേക്കറാണ്. അതെ അതെ അതെ. അപ്പോൾ പ്രത്യേകിച്ച് ഫിലിം അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സീനറി ഇട്ടുകൊണ്ട് അതിനൊരു മ്യൂസിക് നമ്മൾ ആ വിഷ്വൽ കണ്ടുകൊണ്ട് കമ്പോസ് ചെയ്യണമെങ്കിൽ അതിനിങ്ങനെയുള്ള എല്ലാ ഈ നൃത്തത്തിന് പോലെ തന്നെ ഈ നവരസങ്ങളുടെ റെപ്ലിക്കേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു റിജിഡായി നിൽക്കുന്ന ഒരാൾക്ക് അത് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നോർമലി സൈലന്റ് ആണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു പ്രണയം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളത് അതെല്ലാം എൻജോയ് ചെയ്യുന്ന ടൈപ്പാണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് ആ ഇമോഷൻസ് അപ്ലിക്കേഷൻ ഫെയിലിയർ ആയിരിക്കും. കാരണം ശോകമായിരിക്കുന്ന ഒരു മൂഡിലേക്കുള്ള അപ്ലിക്കേഷൻ എന്താണെന്നും ജോയ്ഫുൾ ആയിരിക്കുന്ന എന്താണെന്നുള്ളത് കൃത്യം വ്യക്തമായിട്ട് അറിഞ്ഞാലാണ് അത് നമ്മൾ എൻജോയ് ചെയ്താലാണ് കൊടുക്കാൻ പറ്റും. അത് എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ഒരേ ഇതില്ലാതെ എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസുകളും അതിലൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. മാത്രമല്ല മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഇമോഷനാണ് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഇമോഷനാണോ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ 10 times എന്താ ബെറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബേസിക് ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കാൻ പറ്റണം. അല്ലാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇയാൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പറയുന്നത് തീർച്ചയായിട്ടും പാരൻസ് കൊച്ചു നാളിലോട്ട് സംഗീതം പഠിപ്പിച്ചു എന്നുള്ളത്. അതല്ലാതെ ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പെറ്റേണൽ ഏരിയകളിൽ പപ്പയുടെ മമ്മിയുടെയോ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഈ മ്യൂസിക് ഫീൽഡിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈൻ ആർട്സ് മേഖലകളിൽ താല്പര്യമുള്ളവരുണ്ടോ? ബ്ലഡിലെങ്കിലും ഉണ്ടാവും. ഫാദർ ആക്ച്വലി ഒരു റൈറ്ററാണ്. അദ്ദേഹം വർഗീസ് അങ്കമാലി എന്ന് പറഞ്ഞ പേരിൽ പുസ്തകങ്ങളും അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം KCVCയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു റൈറ്ററാണ്. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇത് ഫാദറിൻ്റെ സൈഡിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ വേറെ അങ്ങനെ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എൻജോയ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു പെർഫോമിംഗ് ആർട്സ് അങ്ങനെ ചെയ്യുന്ന ആരും തന്നെ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. നമുക്കിപ്പോൾ ഒരു ഇതിനെ അനുബന്ധിച്ചിപ്പോൾ ഈ ഫിലിമിലായാലും ഏതായാലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത്, കാരണം നമുക്ക് ഒരു സ്വാധീനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴോ കയറി വന്നിട്ടുള്ള നമ്മളെപ്പോഴോ കേട്ടിരിക്കുന്ന ഒരു ട്യൂണോ അല്ലെങ്കിൽ ഒരു പാട്ടോ ആ പാട്ടിൻ്റെ വരികളൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു മ്യൂസിക്കിനോട് നമ്മളൊരു അഫിനിറ്റി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ക്രിയേഷനിൽ ഉണ്ടാകുന്നത് ബേസിക്കായിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടാവും, ഒരു വോക്കലിസ്റ്റ് ഒരു പ്രത്യേക ഒരു സോങ് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിനൊന്ന് പാടാവോ എന്ന് ചോദിച്ചു. നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഫിലിമിലെ തന്നെ പാട്ട് ഈ ഫിലിമിൽ പാടിക്കോളൂ. എന്താണ് ഈ മൗനം മായാനായി മാത്രം, എന്താണ് 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 ഈ മേഘം തോരാതെ പെയ്യാൻ, എന്താണ് 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 നാം ഒന്നാകും ഈ രാവിൻ തീരത്ത് പൊൻതാരങ്ങൾ കൂടേറുന്നു, ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു, ആരാരും കാണാതെ ആരോമൽ പൂന്തിങ്കൾ ആരാരിനുള്ളം തേടുന്നു. സൂപ്പർ, താങ്ക് യു. ഉള്ളിലുള്ള എന്താ പറയാ വരിക്ക് അനുസരിച്ചിട്ടുള്ള ഈണം, അതായത് നമുക്കൊരു വരികൾ എഴുതുമ്പോൾ അതിന്റെ ആത്മാവിന് ജീവൻ കൊടുക്കുന്നത് സംഗീതം തന്നെയാണ്. അപ്പൊ അതിന് ചേർന്ന് തന്നെ വളരെ വളരെ മനോഹരമായിട്ടുള്ള വരികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളെല്ലാവരും ഈ സംഗീതത്തോട് ആദ്യം കേൾക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നുള്ളവരാകുമ്പോൾ ആദ്യം കേൾക്കുന്നത് ദേവാലയ സംഗീതമാണ്. അപ്പോൾ കൊച്ചുനാളിൽ പള്ളിയിൽ പാടുമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പാടാറുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ പള്ളിയിൽ പാടുമായിരുന്നു. ഇവിടെ അങ്ങനെ റെഗുലർ ആയിട്ടല്ല, പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ ചിലപ്പോൾ പാടാറുണ്ടായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, വേറെ പള്ളികളിലും ഒക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ബൈബിൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് വിന്നറായിരുന്നു ചെറുപ്പത്തിൽ. എനിക്ക് തോന്നുന്നു ഒരു 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പുരസ്കാരം ആദ്യം കിട്ടുന്ന ബൈബിൾ കലോത്സവത്തിൽ ബെസ്റ്റ് സിംഗറായിട്ട് ലൈറ്റ് മ്യൂസിക്, അതായത് ഡിവോഷണൽ മ്യൂസിക്കിനുള്ള ഇതായിരുന്നു. ആരെങ്കിലൊക്കെ ഒരു
റോൾ മോഡലായിട്ട് നമുക്ക് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏത് ആർട്ടായാലും ഒരാളെ ഒരു ഐക്കണായിട്ട് വെക്കും. വെക്കുന്ന വെച്ചാൽ പ്രതിഷ്ഠിക്കുക എന്നല്ല, ചില അതുപോലെ ആയിരിക്കണം, അയാളുടെ ഒരു ശൈലി പോലെ ആണ്. നമുക്ക് പറ്റില്ല, എന്നിരുന്നാലും ഒരു പരിധി വരെ നമ്മളൊരു അറ്റംപ്റ്റ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരാളെ എടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിൽ പോലും എന്നെ ചെറുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് AR റഹ്മാനായിരിക്കും. കാരണം 90s ഒരു അപ്ബ്രിങ്ങിങ് ഉള്ള എല്ലാ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കേൾക്കുന്നതിനകത്ത് ആ സമയത്തായിരുന്നു റഹ്മാൻ്റെ ഒരു പരവ്. അപ്പോൾ അത് വരെ കേട്ടിരുന്ന ഒരു സംഗീതത്തിൽ നിന്ന് ഒരു സംഗീത സംവിധായകൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വളരെയധികം നമ്മളെ വിസ്മയിപ്പിക്കുക എന്ന് പറഞ്ഞില്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത് റഹ്മാനാണ്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ എല്ലാ പാട്ടുകളും ഞാനിങ്ങനെ അത് മെയിനായിട്ട് അതിരുന്ന് കേൾക്കലായിരുന്നു ചെറുപ്പത്തിലുള്ള ഒരു മെയിൻ പരിപാടി. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മിക്ക ആൽബംസും എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ അത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് അടിച്ചിങ്ങനെ കേൾക്കലൊരു വലിയൊരു പരിപാടിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മലയാളത്തിലുള്ള പല മ്യൂസിക് ഡയറക്ടേഴ്സും, അതിപ്പോൾ രവീന്ദ്രൻ മാഷ്, അതുപോലെ ജോൺസൺ മാഷ്, പിന്നെ ദേവരാജൻ മാഷ്, വിദ്യാസാഗർ, പിന്നെ സലീൽ ചൗധരി, MG രാധാകൃഷ്ണൻ, അങ്ങനെയുള്ളവരൊക്കെ സോങ്സ് ഇങ്ങനെ ചെറുപ്പത്തിൽ ഒരുപാട് കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ പല പാട്ടുകളും ഞാനത് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കുക, പിന്നെ അത് എവിടെയെങ്കിലും പാടുക, പിന്നെ വീണ്ടും വേറൊരു പാട്ട് പഠിക്കുക, പാടുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിന് വേണ്ടി ഒത്തിരിയധികം അതെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എഡ്യൂക്കേഷനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പഠിക്കാനും അത്യാവശ്യം മാർക്സ് ഒക്കെ നല്ല ഗ്രേഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ കൂടുതലും ഇതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരുപാട് എന്നെ ഇതിനകത്തേക്ക് എത്തിച്ചതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതാണോ? ഇല്ല, ഞാൻ പക്ഷേ കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്യാറുണ്ട്. ഫോർമലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചെയ്യാറുണ്ട്. വീട്ടിലെ സ്റ്റുഡിയോ എനിക്കൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ചെറിയ വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ പല സ്റ്റുഡിയോസിലായിട്ടും റെക്കോർഡിങ്സ് ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഏത് സ്റ്റുഡിയോയിലാണ് ചെയ്തത്? ഇതിപ്പോൾ എറണാകുളത്തുള്ള 2-3 സ്റ്റുഡിയോസിലുണ്ടായിരുന്നു. പിന്നെ ചെന്നൈയിൽ 2 സ്റ്റുഡിയോസിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. സിംഗേഴ്സ് പലരും ഇപ്പോൾ ശ്വേതാ മോഹൻ, പിന്നെ വിനീത് ശ്രീനിവാസൻ, അവരൊക്കെ ചെന്നൈയിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. പിന്നെ കാർത്തിക്, വിജയ് യേശുദാസ് അവരൊക്കെ ഇവിടെയാണ്. ആസിഫ് അലീനൊക്കെ നമ്മൾ ഇവിടെയാണ്, എറണാകുളത്താണ് റെക്കോർഡ് ചെയ്തത്. എന്തായാലും ഈ സിനിമ ഒരു ഭയങ്കരമായിട്ട് ത്രില്ല് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അത് എത്രമാത്രം ഈ സിനിമ ഹിറ്റ് ആവുന്നു അത്രമാത്രം നമുക്കൊരു വലിയൊരു സന്തോഷം. അതെ, പക്ഷേ ഈ സിനിമ ആദ്യം ഞാനെൻ്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴും ഈ ഫിലിമിൻ്റെ മേക്കിങ്ങിൽ ത്രൂ ഔട്ടും എനിക്ക് സ്ട്രോങ്ലി എൻ്റെ ഉള്ളിൽ എനിക്ക് എന്താ പറയുക, ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ആളുകൾ സ്വീകരിക്കും എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇതിനകത്ത് അതിൻ്റെ എല്ലാ എലമെൻസും ഈ ഫിലിമിലുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളെയും അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ, ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റിയ, എന്നാൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ, അങ്ങനെ എല്ലാ രീതിയിലുള്ളൊരു എല്ലാ ഇൻഗ്രീഡിയൻസും ഒത്ത് വന്നിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആദ്യം തൊട്ട്. പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും സൗണ്ട് മിക്സിങ്ങും എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം കണ്ടപ്പോഴെല്ലാവരും അതിനെക്കുറിച്ച് നല്ലൊരു ഒപ്പീനിയനാണ് പറഞ്ഞത്. ഇപ്പോഴും അതിനെക്കുറിച്ച് എല്ലാവരും നല്ലൊരു ഒപ്പീനിയൻ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആരും നെഗറ്റീവായിട്ട്, സാധാരണ ഏത് പടം ഇറങ്ങിയാലും ആളുകൾ എന്തെങ്കിലും ഒരു കുറ്റമൊക്കെ കണ്ടുപിടിച്ച് പറയാൻ ശ്രമിക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ആരും ഒന്നും തന്നെ അങ്ങനെ പറയുന്നില്ല. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. അത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും, ഇപ്പോൾ 6 വയസ്സുള്ള കുട്ടി മുതൽ 60 വയസ്സുള്ള ആൾ വരെ അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ് ഇതുവരെ നമുക്ക് അങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് കിട്ടി. ഓരോരുത്തരെ ഇപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ വരയ്ക്കാനിരിക്കുന്നവരായാലും എഴുതാനിരിക്കുന്നവരായാലും സംഗീതം ചെയ്യാനിരിക്കുന്നവരായാലും അവർക്കൊരു സ്റ്റാർട്ടിങ് ഒരു പാറ്റേൺ ഉണ്ട്, എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇയാളുടെ ഒരു ശൈലി എങ്ങനെയാണ്? ഒരു സംഗീത വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ സംഗീതത്തെ ഒത്തിരിയേറെ സ്നേഹിക്കും പ്രണയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യുവതലമുറകൾ, അത് ഇയാളും യുവാവുന്നതിലും ഒക്കെ ഒരു വളർന്നു വരുന്നൊരു സമൂഹത്തോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് എന്ത് പറയാൻ പറ്റും? ഞാനിങ്ങനെ സംഗീതം ചെയ്യുന്നത് എല്ലാം തുറന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. അല്ല, ഇതിനകത്ത് അങ്ങനെ മറച്ചു വെക്കാനായിട്ടൊന്നും തന്നെ ഇല്ല. ബിക്കോസ് ഇത് പ്യുവർലി ഞാൻ പറഞ്ഞില്ല ഒരു ഡിവൈൻ കാര്യമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇപ്പോൾ ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് മ്യൂസിക് ഈസ് ഗോഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനത്തെ ഡിവൈൻ ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ സംഭവിക്കുന്നത്.
അപ്പോൾ അത് ക്രിയേറ്റിവിറ്റിനെ കുറിച്ച് യാനി എന്ന് പറയുന്ന സംഗീതജ്ഞൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇറ്റ്സ് ലൈക്ക് എ ബട്ടർഫ്ലൈ എന്ന് പറയും. അത് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് കംസ് ആൻഡ് സിറ്റ്സ് ഓൺ യുവർ ഹാൻഡ് ഫോർ സം ടൈം, ദെൻ ആഫ്റ്റർ എ പോയിന്റ് ഇറ്റ് ജസ്റ്റ് ഫ്ലൈസ് അവേ എന്ന് പറയും. അങ്ങനെ തന്നെയാണ് മ്യൂസിക്കിൻ്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. സോ അത് എപ്പോഴെങ്കിലും അത് നമ്മളെ സ്ട്രൈക്ക് ചെയ്യണം. അത് സ്ട്രൈക്ക് ചെയ്യുന്ന ആ കറക്റ്റ് സമയത്ത് നമ്മളതിനെ എന്താ പറയുക, നമ്മളതിന് ഫുള്ളി സറണ്ടർ ആവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. എന്തായാലും വലിയൊരു മുഹൂർത്തമാണ് ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്. ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വലിയൊരു നല്ലൊരു മുഹൂർത്തമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാനും തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം പ്രിൻസ് ജോർജ് ചെലവിയതിന് ഒത്തിരി നന്ദി. ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇതിന് ഒരു അവസരം ഒരുക്കി തന്ന ഈ ഒരു ചാനലിനും ഇതിൻ്റെ സംഘാടകർക്കും അതുപോലെ ഫാദറിന് പ്രത്യേകിച്ചും ഞാനും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.